ക്ലാസിക് ക്രിമിനൽ മുകുന്ദൻ ഉണ്ണിയെ ക്ലാസിക്കായി തന്നെ വരച്ചു കാട്ടിയ ചിത്രം. അവതരണത്തിലും ഡയലോഗ് ഡെലിവറിയിലും നരേഷനിലും വ്യത്യസ്തത പുലർത്തിയ ചിത്രം. താങ്ക്സ് കാർഡ് ഇല്ലാതെ ഒരുപക്ഷെ ആദ്യമായും അവസാനമായും മലയാളത്തിൽ സാധ്യമായ വ്യത്യസ്തമായ ഒരു സിനിമാനുഭവം. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എക്കാലവും ഓർമ്മിക്കുന്ന അഭിനവ് സുന്ദർ നായക് മാജിക് തന്നെയായിരുന്നു. തന്റെ സക്സസ് ട്രിലജിയിലെ ആദ്യ പരീക്ഷണം തന്ന ഹിറ്റും സ്വീകാര്യതയും അയാളെ അടുത്ത പരീക്ഷണത്തിന് പ്രോത്സാഹിപ്പിച്ചു. വരുന്നു ട്രിലജിയിലെ രണ്ടാം ചിത്രം മോളിവുഡ് ടൈംസ്. ഹൊറർ സിനിമകളോട് താല്പര്യം തോന്നിയ കുട്ടിക്കാലം. CGIയും VFXും പോലുള്ള അഡ്വാൻസ്ഡ് സാങ്കേതിക സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്തെ പ്രേത സിനിമകൾ അഭിനവിനെ ആഴത്തിൽ സ്വാധീനിച്ചിരുന്നു. ആകാശഗംഗ പോലെ സംവിധായകൻ വിനയൻ മലയാള സിനിമയിൽ സൃഷ്ടിച്ച അത്ഭുതങ്ങളും അദ്ദേഹത്തെ വിസ്മയിപ്പിച്ചിരുന്നു. അങ്ങനെ സിനിമയോട് തോന്നിയ പലതരം കൗതുകങ്ങളിൽ സിനിമാ ഭാഷ രൂപപ്പെടാൻ കാരണമായ മറ്റൊരു ഫാക്ടറും ഉണ്ടായി. ഇന്ത്യൻ വംശജനായ ഹോളിവുഡ് സംവിധായകൻ M. നൈറ്റ് ഷ്യാമളൻ. ട്വിസ്റ്റ് കിങ് എന്നറിയപ്പെടുന്ന പുതുച്ചേരിയിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന മനോജ് നെല്ലിയാട്ട് ഷ്യാമളൻ ദ സിക്സ്ത് സെൻസ്, അൺബ്രേക്കബിൾ, സയൻസ് പോലുള്ള സിനിമകളിലൂടെ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ട്വിസ്റ്റുകളും സൂപ്പർ നാച്ചുറൽ എലമെന്റ്സും ചേർത്ത് സ്വന്തമായൊരു ശൈലി രൂപപ്പെടുത്തിയെടുത്ത ഫിലിം മേക്കർ. ആ വ്യക്തിയോടുള്ള കൗതുകം അതേ കൗതുകത്താൽ സിനിമാ മോഹവുമായി നടക്കുന്ന വിനീത് മാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ കഥയാക്കി മാറ്റിയിരിക്കുകയാണ് അഭിനവ് സുന്ദർ നായക് ഇവിടെ. അങ്ങനെ നോക്കുമ്പോൾ മോളിവുഡ് ടൈംസിലെ വിനീത് മാധവനിൽ അഭിനവ് എന്ന സിനിമാ മോഹിയുടെ ഷെയ്ഡുകളും പ്രതിഫലിച്ചേക്കാം. സിനിമയിൽ പല വേഷങ്ങളിലും എത്തിയ അഭിനവിൻ്റെ ഓർമ്മിക്കേണ്ട ഒരു റോൾ എഡിറ്ററുടേതായിരുന്നു. കുഞ്ഞിരാമായണത്തിൻ്റെ ട്രെയിലർ കട്ട് മുതൽ ആനന്ദം, ഗോദ, ഉറിയടി, കുരങ്ങുബൊമ്മ, ഒടുവിലായി പെറ്റ് ഡിറ്റക്റ്റീവ് ഉൾപ്പെടെയുള്ള സിനിമകളുടെ പിന്നിൽ ഒരു എഡിറ്ററായി പ്രവർത്തിച്ചു. എഡിറ്റർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സംവിധായക കുപ്പായമിട്ടപ്പോൾ 2022 മലയാള സിനിമയ്ക്ക് ലഭിച്ചത് ഒരു സാധാരണ സംവിധായകനെ ആയിരുന്നില്ല. മലയാള സിനിമ അതുവരെ കാണാത്ത പൂർണ്ണമായും വ്യത്യസ്തമായൊരു ശബ്ദമായിരുന്നു. മലയാള സിനിമ ഇതുവരെ കണ്ട ടിപ്പിക്കൽ നായക സങ്കല്പങ്ങളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തനായി മുകുന്ദൻ ഉണ്ണി സ്വാർത്ഥനായിരുന്നു, കപടനായിരുന്നു, വിജയത്തിനായി എന്തും ചെയ്യാൻ തയ്യാറായിരുന്ന ഒരാളായിരുന്നു. ആ സിനിമയുടെ ജോണർ തന്നെ അയാളെ ഫേവർ ചെയ്ത് നിൽക്കുക, അത് മലയാളത്തിൽ സംഭവിക്കുക, അതെല്ലാം ഒരു വലിയ റിസ്ക് തന്നെയായിരുന്നു. പക്ഷേ അഭിനവ് ആ റിസ്ക് ഏറ്റെടുത്തു. ഫലം വലിയൊരു വിഭാഗം പ്രേക്ഷകർക്ക് ഫേവറേറ്റായി മാറിയ ഒരു കൾട്ട് പടം സംഭവിച്ചു. അതിനുശേഷം മലയാള സിനിമ ആസ്വാദകർക്ക് മനസ്സിലായി ഇയാളൊരു ടിപ്പിക്കൽ സിനിമാക്കാരനല്ല. അയാൾ ഉദ്ദേശിക്കുന്നത് സേഫ് സോണിൽ നിന്നുള്ള കളിയുമല്ല. അയാളുടെ കഥകൾ പലപ്പോഴും അസ്വസ്ഥമാക്കിയേക്കാം, ചിരിപ്പിച്ചേക്കാം, അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്തേക്കാം. അത്തരം വലിയ പ്രതീക്ഷകളോടെയൊക്കെയാണ് പുതിയ ചിത്രം മോളിവുഡ് ടൈംസിനെ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ഒരു സംവിധായകനാകാൻ സ്വപ്നം കാണുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് വിനീത് മാധവൻ എത്തുന്നതും. സിനിമയിലെ താരത്തിളക്കത്തിന് പിന്നിലെ അനിശ്ചിതത്വം, റിജക്ഷനുകൾ, വർഷങ്ങളോളം നീളുന്ന കാത്തിരിപ്പുകൾ, ആ പോരാട്ടങ്ങളാവാം അഭിനവ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ജൂൺ 5 ചിത്രം തിയേറ്ററുകളിലെത്തും. നോക്കാം അഭിനവ് ഫാക്ടർ എത്രത്തോളം മോളിവുഡ് ടൈംസിന് ഗുണകരമാകുമെന്ന്.